ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ആബ്സ്ട്രാക്റ്റ് പെയിൻറ്റിംഗ് ആണ്. ഇതിനെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ക്യാൻവാസാണ്. ഇപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചാർട്ട് പേപ്പറിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ 6 കളേഴ്സാണുള്ളത്. അതിൽ ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ, പിന്നെയുള്ളത് ഒരു റെഡ്, അതായത് ക്രിസ്മൺ ലേക്ക് എന്ന കളറാണ്. അതൊരു റെഡിഷായ ഒരു, നിങ്ങളിപ്പോൾ ഈ കളറല്ലെങ്കിൽ റെഡ് ആയാലും ഉപയോഗിച്ചാൽ മതി. പിന്നെയുള്ളത് വൈറ്റ്, പിന്നെയുള്ളത് ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. സാധാരണ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങിന് ഇങ്ങനെയുള്ള നൈഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ നൈഫ് ഉണ്ടാകുന്നില്ല. അപ്പോൾ സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത്, സാധാരണക്കാർക്ക് വേണ്ടി നമ്മൾക്ക് ഇങ്ങനെയുള്ള ബ്ലേഡ്സോ മറ്റോ, അല്ലെങ്കിൽ ATM കാർഡ്സിൻ്റെ പഴയ ATM കാർഡോ സ്കെയിലോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു നല്ല ഈസി ആയിട്ടുള്ള ആബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ പിന്നെയുള്ളത് പെൻസിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ബ്ലൂ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ കളേഴ്സ് വരക്കാം. താഴോട്ടോ മുകളോട്ടോ പല ഡിസൈനിൽ നമുക്ക് കളേഴ്സ് വരക്കാം. ബ്ലാക്കാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത്. ബ്ലൂ കുറച്ചുകൂടി ഉപയോഗിക്കാം, കുറച്ചുകൂടി മേലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്കെയിലോ പഴയ ATM കാർഡോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മെല്ലെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഇത് നമുക്കാദ്യം ഫില്ല് ചെയ്യാം. ഇപ്പോൾ ക്യാൻവാസ് മൊത്തം പെയിൻ്റ് ആയിരിക്കുന്നു. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഞാനിവിടെ യൂസ് ചെയ്തത് മാസ്കിംഗ് ടേപ്പാണ്. ഈ മാസ്കിംഗ് ടേപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ക്യാൻവാസിൻ്റെ പുറത്തേക്ക് പെയിൻറ്റ്സ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ ബുക്ക് സ്റ്റാളിലും ലഭ്യമാണ്. ഏകദേശം ഒരു 30 രൂപയുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ റെഡിയായി. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ ആദ്യം നമ്മൾ പറഞ്ഞ ഓറഞ്ച്, മഞ്ഞ, അതായത് ഓറഞ്ച് പോലുള്ള മഞ്ഞ, ഡാർക്ക് മഞ്ഞ, ഈ കളർ നമ്മളിങ്ങനെ ഒരു ഫ്ലവറിനെ പോലെ മുകളിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡ് എന്ന് പറഞ്ഞ ഈ കളർ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾക്ക്
ബാക്കി വന്ന ഈ കളറ് ഏതാ അത്? വൈറ്റ് താഴെ വീണ് പോയി. സാരമില്ല, വൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ മാതിരിയുള്ള ഒരു കളർ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പെൻസിലാണ്. പെൻസിലെടുത്തിട്ട് ഫ്ലവേഴ്സിൻ്റെ മാതിരി ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തേത് ഇതും ക്രിയേറ്റ് ചെയ്യാം. മൂന്നാമത്തേത് ഈ റെഡും. ഇങ്ങനെ ഓറഞ്ച് റെഡിലേക്ക് സ്പ്രെഡ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അത് കഴിഞ്ഞാൽ വൈറ്റ് നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഗ്രീൻ, നമ്മൾ നേരത്തെ എടുത്ത ഗ്രീൻ മെല്ലെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരക്കുക. ഇപ്പോൾ ഗ്രീനായ ശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഫ്ലവേഴ്സിന് ഇല ഉണ്ടാവും. അപ്പോൾ ഈ ഇല നമുക്കിങ്ങനെ പെൻസിലും കൊണ്ട് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇല പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള നൈഫാണ്. അപ്പോൾ എല്ലാവർക്കും സാധാരണ നൈഫില്ലാത്ത അല്ലെങ്കിൽ ഈ ക്യാൻവാസ് ഇല്ലാത്ത അവർക്ക് ഇങ്ങനെ ചാർട്ട് പേപ്പറിൽ ഉപയോഗിക്കാം. ചാർട്ട് പേപ്പറിൽ പെൻസിലും സ്കെയിലും കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പൂക്കളുണ്ടാക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയത് ഒരു നല്ല ഫ്ലവേഴ്സാണ്. അതിനുശേഷം നമ്മൾക്ക് ഈ ഒട്ടിച്ച മാസ്കിംഗ് ടേപ്പ് മെല്ലെ എടുക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയത് സിമ്പിളായിട്ടുള്ള അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിംഗ് ആണ്. നല്ല ഭംഗിയിലാണ്. ഇതുപോലെ എല്ലാവർക്കും നല്ല ഇങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്സ് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഒന്നും വേണ്ട, പെയിൻറ്റ് മാത്രം മതി. ചാർട്ട് പേപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ജസ്റ്റ് 3-4 കളർ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്സ് ഉണ്ടാക്കാം. ഇത് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചാൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.